ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാ വീടുകളിലും രാമജ്യോതി തെളിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് നാളെ. ശിവഗിരിയിൽ 91-ാം തീർത്ഥാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മഹാസമ്മേളനം നാളെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 22 പേരെ കൂടി ഉൾപ്പെടുത്തി രാജസ്ഥാൻ മന്ത്രിസഭ വികസിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെച്ചുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. 17ാം ലോക്സഭയുടെ 14ാം സമ്മേളനവും രാജ്യസഭയുടെ 262ാം സമ്മേളനവും ഡിസംബർ 4-നാണ് ആരംഭിച്ചത്. 21-ന് രാജ്യസഭ പിരിഞ്ഞു. നിരവധി സുപ്രധാന ബില്ലുകൾ സമ്മേളനത്തിൽ പാസാക്കി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാ വീടുകളിലും രാമജ്യോതി തെളിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 15,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. പ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യം മുഴുവൻ ദീപത്താൽ അലങ്കരിക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസനവും സംസ്കാരവുമാണ് 21-ാം നൂറ്റാണ്ടിലെ രാജ്യ പുരോഗതിയെ നിർണ്ണയിക്കുക. ഉത്തർപ്രദേശിന്റെ വികസനം ഭാവിയിൽ അയോധ്യയിലൂടെയാകുമെന്നും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ശ്രീ മോദി വ്യക്തമാക്കി. अगर उसे विकास की नई ऊंचाई पर पहुंचना है तो उसे अपनी विरासत को संभालना ही होगा. हमारी विरासत हमें प्रेरणा देती है, हमें सही मार्ग दिखाती है. आज का भारत पुरातन और नूतन दोनों को आत्मसात करते हुए आगे बढ़ रहा है. വരും കാലങ്ങളിൽ അയോധ്യ നഗരത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം പരിഗണിച്ചാണ് അയോധ്യയുടെ വികസനം കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയാകുന്നത്. പുതുക്കി പണിത അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത ശ്രീ മോദി 6 വന്ദേ ഭാരത് ട്രെയിനുകളും 2 അമൃത് ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്തു. നമോ ഭാരത്, വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിനുകളുടെ സാന്നിധ്യം റെയിൽ ഗതാഗത മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരും. വിമാനത്താവളത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി അയോധ്യ നഗരത്തിലെ ലതാ മങ്കേഷ്കർ ചൌക്കും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യത്തെ സഹകരണ മേഖലയുടെ വികസനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ആനന്ദിൽ നാഷണൽ കോ ഓപ്പറേഷൻ ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് മന്ദിരത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. രാജസ്ഥാനിൽ 22 പേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ വികസിപ്പിച്ചു. 12 പേർ ക്യാബിനറ്റ് മന്ത്രിമാരായും 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായും 5 പേർ സഹമന്ത്രിമാരുമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കിരോഡിലാൽ മീണ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് തുടങ്ങിയവർ പുതിയ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന 199 സീറ്റുകളിൽ 115-ലും BJP വിജയിച്ചതോടെ BL ശർമ്മയുടെ നേതൃത്വത്തിൽ 3-അംഗ മന്ത്രിസഭ അധികാരമേറ്റിരുന്നു. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗബന്ത് ഖുബ. തൃശൂർ ജില്ലയിലെ പുതുക്കാട് പഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപേക്ഷകർക്ക് അനുവദിക്കപ്പെട്ട വായ്പകളുടെ അനുമതി പത്രങ്ങൾ കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ഇന്നും കേരളത്തിൽ വിവിധ ജില്ലകളിൽ മികച്ച സ്വീകരണം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയെത്തി. ആലപ്പുഴയിൽ ചിങ്ങോലി, കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി, ഇടുക്കിയിലെ ദേവികുളം, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി, തേവര ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്നത്തെ പര്യടനം. പാലക്കാട് കരാകുറിശി ഗ്രാമപഞ്ചായത്തിലും കണ്ണൂരിൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി, കണിച്ചാർ, പേരാവൂർ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് ജമ്മുവിലെ രജൌരി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി.
വൻ ജനാവലി പരിപാടിയിൽ പങ്കെടുത്തു. ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഗുരുചിന്തകൾ കാലാതീതമായി പ്രസക്തിയുള്ളതും ദേശാതീതമായി ആവശ്യവുമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ 91ാം തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമത ഭേദമില്ലാതെ മനുഷ്യത്വത്തിന്റെ ഒരുമയാണ് ഗുരു ആഗ്രഹിച്ചത്. ലോകമെങ്ങും ഇന്നുണ്ടാകുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാനം വംശീയ ചിന്തയാണെന്നും ഇതിന് പരിഹാരം ഗുരുസന്ദേശങ്ങളിൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശിവഗിരിയിൽ നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് നടക്കുക. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ജനുവരി 15-നാണ് മകരവിളക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ 2024 കലണ്ടർ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പുറത്തിറക്കി. അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, സമ്പദ് വ്യവസ്ഥ, കായികം, വിദ്യാഭ്യാസം, സാങ്കേതിക വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ നരേന്ദ്രമോദി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളാണ് കലണ്ടറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദേശീയപാത 85-ലെ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെയും ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 5-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും. മൂന്നാർ ടാറ്റ മൈതാനത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഡിസംബർ 26-ലെ വീർ ബാൽ ദിവസിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടികളിൽ കേരളത്തിൽ നിന്നുള്ള 16-അംഗ സംഘം കളരിപ്പയറ്റ് അവതരിപ്പിച്ചിരുന്നു. സംഘത്തിന് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരുടെ പ്രശംസ നേടാനായി. കളരിപ്പയറ്റ് സംഘത്തിലെ കൊല്ലം കൊട്ടിയം സ്വദേശി റിയ സുരേഷ് ആകാശവാണിയോട് അനുഭവം പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 26 ഡിസംബറിനാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന വീർബാൽ ദിവസ് എന്നൊരു ഇവന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, മിനിസ്റ്റർ സ്മൃതി ഇറാനി തരത്തിലുള്ള ഒഫീഷ്യൽസ് പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കളരിപ്പയറ്റിനോടൊപ്പം മണിപ്പൂരിൻ്റെ താങ്ത, അതോടൊപ്പം പഞ്ചാബിൻ്റെ ഖഡ്ക എന്നീ 2 മാർഷൽ ആർട്ടും അവിടെ പ്രദർശനത്തിനായിട്ടുണ്ടായിരുന്നു. അതിൽ കളരിപ്പയറ്റ് പ്രദർശിപ്പിക്കാൻ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ തനത് കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രീ നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്ന ഈ ഉത്സാഹം ഞങ്ങളെപ്പോലുള്ള യുവജനതയ്ക്ക് ആവേശം നൽകുന്നതാണ്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നത് ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളികളാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ആലപ്പുഴ നീരേറ്റുപുറത്ത് KC മാമൻ മാപ്പിള ട്രോഫിക്കായുള്ള പമ്പ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ തമിഴ് വംശജരുടെ ശ്രീലങ്കൻ കുടിയേറ്റത്തിന്റെ 200 വർഷങ്ങളെ അനുസ്മരിപ്പിക്കുന്ന സ്റ്റാമ്പ് BJP അധ്യക്ഷൻ JP നദ്ദ പുറത്തിറക്കി. 200 വർഷം മുമ്പ് ശ്രീലങ്കയിലേക്ക് പോയ ഇന്ത്യൻ വംശജരായ തമിഴരുടെ മുദ്ര പതിപ്പിച്ച് 1823 എന്ന വർഷം സ്മരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ശ്രീ നദ്ദ പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 28 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എന്ന നിലയിലാണ്. 2024-ലെ പാരീസ് ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള 18-അംഗ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ തെരഞ്ഞെടുത്തു. ഗോൾ കീപ്പർ സബിത പുനിയയാണ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ വന്ദന കതാരിയ. റാഞ്ചിയിൽ ജനുവരി 13 മുതൽ 19 വരെയാണ് യോഗ്യതാ മത്സരങ്ങൾ. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 1.25 കോടി ഭൂവുടമസ്ഥ കാർഡുകൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു. ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തിൽ 35 ലക്ഷം കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തിരുന്നു. കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ നേതാവ് ലഖ്ബീർ സിംഗ് ലാൻഡയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിച്ചു. 2021-ൽ മൊഹാലിയിലെ പഞ്ചാബ് പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനത്ത് റോക്കറ്റ് ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാ വീടുകളിലും രാമജ്യോതി തെളിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് നാളെ. ശിവഗിരിയിൽ 91ാം തീർത്ഥാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മഹാസമ്മേളനം നാളെ. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 22 പേരെ കൂടി ഉൾപ്പെടുത്തി രാജസ്ഥാൻ മന്ത്രിസഭ വികസിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.